നോക്കി തിളക്കണ നോക്കി. സീൻ. അപ്പൊ ഇളക്കി കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ പഴയ റൂമാണ് ഈ കാണുന്നത്. ഒരുപാട് നാളായില്ലേ ഈ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട്. ഇങ്ങനെയൊന്നല്ലായിരുന്നു, ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ആക്കിയാണ് കേട്ടോ. കുറച്ച് നമ്മുടെ റൈഡിങ് ഗിയറും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ റൂമിൻ്റെ അതാണ് നയിക്കുന്നത്. നമ്മളെ 390 ടാങ്കും പിന്നെ ഇത് പോയ ബൂട്ടാണ് കേട്ടോ. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം പടമായിരുന്നതാണ്. ഇപ്പോൾ ഫുള്ള് പോയി. അത് ചുമ്മാ അതിൻ്റെ അകത്ത് ഇട്ടേക്കാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ചാൾ മുമ്പ് ബോക്സിൻ്റെ താക്കി വെച്ചൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. യെസ്, നമ്മൾ 390 സ്റ്റോക്ക് എന്ന് പറയത്തില്ല, BS4 കിറ്റാണ് കേട്ടോ. BS4 കിറ്റ് PPF ഒക്കെ ചെയ്ത് ഡ്യൂക്സ് അല്ല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഒരു കിറ്റാണ്. ഞാൻ വീണ്ടും നമ്മളെ ഓറഞ്ച് ഡ്യൂക്കിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് കേട്ടോ. എനിക്കിത് തന്നെയാണ് പണി എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നാറുണ്ട്, പക്ഷേ എന്തോ ഓരോ സമയം ഓരോ തോന്നിക്കും. അപ്പം ഇപ്പം തോന്നുക നമുക്ക് ഓറഞ്ച് കിറ്റ് കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ കുറച്ചാൾ ഇനി ഓറഞ്ചിൽ ഓടട്ടെ, അത് കഴിഞ്ഞ ശേഷം വീണ്ടും ബ്ലാക്കിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റിയും തിരിച്ച് അപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂം. റൈസിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മളെ ക്യാമ്പിങ്ങിനുള്ള ഗ്യാസ് സിലിണ്ടറൊക്കെയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റൗ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പില്ലോ, റൈഡിങ് ജാക്കറ്റ്, പാൻറ്റ്, 2 പാൻറ്റ് കിടപ്പുണ്ട്. ഒന്ന് പോയി ഒന്ന് കീറിയത് ആൽഫൻ സ്റ്റാറിൻ്റെ സ്ലൈഡറൊക്കെ ഉള്ള പാൻറ്റായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ 3 ഭാഗം കുറച്ച് കീറിയപ്പം ഞാനെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ആക്കിയതാണ്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ, ഈ ഓറഞ്ച് കിറ്റ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് എന്തായാലും കൊണ്ട് ചെയ്തിട്ട് ലുക്ക് കണ്ടിട്ട് നോക്കാം. കടയിലിട്ട് പോകാനായിട്ട് നിന്നപ്പോൾ അതാ ഇവിടെ ഞണ്ട് കറി വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ, ഗായത്രി. അപ്പോൾ പിന്നെ ഇത് കഴിക്കാതെ എങ്ങനെ ഞാൻ പോവും? ഇതാ നോക്കി തിളക്കണ നോക്കി. സീൻ. അപ്പോൾ എന്തായാലും ഞണ്ട് കറി കൂടെ കഴിച്ചിട്ട് പോവാ. സൈഡിൽ അച്ചു ഇവിടെ പാചകമാണ്. ഈ മറിഞ്ഞ വേദന എന്താ വെച്ച അച്ചു ഹായ് ആണ്. അച്ചു വെടി വെച്ചെടുത്തേ, വെടി വയ്ക്കുക, ആക്ഷൻ കാണിക്ക്. ഗായത്രി കാണിച്ചേ. ഓക്കെ, അച്ഛന് വരുന്നു. മോളെ പേരെന്തെന്നാ? മോളെ പേരെന്താണ്? ഇങ്ങോട്ട് നോക്കി പറ, ഇങ്ങോട്ട് നോക്കി പറ. മോളെ പേരെന്തെന്നാ? അച്ചു. അപ്പൊ എല്ലാരും കേട്ടോ, അച്ചുവിന്റെ പേര് അച്ചു എന്നാണ് കേട്ടാ. അപ്പം കേട്ടാനുള്ള തൊരയിൽ നിന്നപ്പോഴാണ് ഇവിടെ ഞണ്ട് കറി വെച്ചോണ്ട് നിന്നത്. അപ്പൊ ഇനിയിപ്പം ഞണ്ട് കറി ഇവിടെ കഴിച്ചിട്ട് നമുക്ക് വിടാൻ കേട്ടാ. നമ്മളെ വണ്ടി ഇതാ അവിടെ ഇരിപ്പുണ്ട്, ദൂരിക്കുക. നമ്മുടെ റാലി സീറ്റ് അയച്ചു വെച്ചേക്കുക കേട്ടാ. എൻ്റെ എക്സ്പെർട്സ് മൂത്ത ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവ എടുത്തോണ്ട് പോയി. അപ്പം റാലി സീറ്റ് വെച്ചോണ്ട് ആരും ഇവിടെ വണ്ടി ഓട്ടിക്കില്ല എൻ്റെ എക്സ്പെർട്സ്. അപ്പോൾ അത് ജസ്റ്റ് അയച്ചു വെച്ചു. അല്ലാതെ അങ്ങനെ ആരും എടുക്കത്തില്ല വണ്ടികൾ. എൻ്റെ വണ്ടികൾ അങ്ങനെ ആരും എടുക്കത്തില്ല, വേറെ വണ്ടികളുണ്ട്. അപ്പം ചോറ് കഴിച്ചിട്ട് പോവാം. വാങ്ങിയവാ ഉപ്പിലിട്ട മാങ്ങ ഗൈസ്. ഗൾഫിൽ നിൽക്കുന്ന ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ കൊതി കയറും വിഭവങ്ങൾ. ഉപ്പിലിട്ട അതെന്തിനാ മുടമ്മ ഉണക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അടമാങ്ങ ആക്കാനായിട്ട് പോവാനാണ് കേട്ടോ അമ്മ ഇവിടെ. അപ്പോൾ മാങ്ങ എല്ലാവരും ഉപ്പിലിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. പൊടി അങ്ങനെ ഉപ്പ്. ആഹാ, സൂപ്പർ ഗൈസ്. ഇന്ന് ഇളക്കി കാണിച്ചു തരാം. വാവ്, കറിച്ചോടാ കൈ നീളണം. അപ്പൊ നമ്മടെ ഞണ്ട് കറി ആയിട്ടുണ്ട് കേട്ടാ. ഷാപ്പിൽ കിട്ടുന്നേക്കാൾ പോയി ഞണ്ട് കറി ആയിരിക്കും അല്ലേ ഗായത്രി? അതുകൊണ്ട് നല്ല ഞണ്ട് കറി ആയിരിക്കും. ഇന്നിവിടെ ഉടക്കൊന്നും സംഭവിക്കില്ല. ഇതിന് മുമ്പ് ഞണ്ട് കറി ഉണ്ടാക്കാൻ പോയി സീനാക്കിയതാണ് ഗായത്രി. അതിന്റെ വാശിക്കാണ് കോരിയിട്, അതിനാണ് ഞാൻ നിൽക്കുന്നത്. പാചകക്കാരി ഇവിടെ കയറി വന്നാ തറങ്ങടി. ഓക്കെ, പാത്രത്തിലോട്ടാക്ക്. സെറ്റ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര എനിക്ക് തരുമെന്ന് കേട്ടാ. അത് വീഡിയോയ്ക്ക് വേണ്ടാണ്. ഇതില് കഷ്ണം കൂടിപ്പോയിട്ട് അമ്മേരെ വായിക്കിടപ്പം ചീത്ത വെക്കിട്ട് തിരിച്ചിട്ട് എനിക്ക് വേണ്ടത് മാത്രം താട്ടാ. കുറച്ച് ഞണ്ടേ ഉള്ളു എൻ്റെ അത്, എല്ലാം കൂടെ ഉള്ളതാ. എന്താ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഞണ്ട്, നെത്തോലി കറി, നെത്തോലി കറിയല്ല, നെത്തോലി എന്തരടി, നെത്തോലി തോരൻ, പുളിശ്ശേരി, അച്ചാർ. അപ്പം കഴിക്കാനായിട്ട് പോകാനായിട്ടാ. ഓക്കെ, ഇതിൽ ഞണ്ട് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇഷ്ടമല്ല. ഇതായത് ഉള്ളതുകൊണ്ടാണ് കഴിക്കാൻ നിൽക്കുന്നത് തന്നെയല്ല. ഈ കടയിൽ നിന്നായിരിക്കും മിക്കപ്പോഴും കഴിക്കുന്നത് കേട്ടാ. കഴിക്കട്ടെ.
ഞണ്ട് സീൻ ഗൈസ്. അപ്പോൾ ഇതാ ഷോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളെ കിറ്റപ്പ് റിമൂവ് ആക്കാനായിട്ട് പോകാനായിട്ടാ. ഇതിൻ്റെ റിമൂവ് ആക്കാൻ വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് PPF ചെയ്തായിരുന്നു. അപ്പോൾ PPF ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇത് കറക്റ്റ് ഒറിജിനൽ കിറ്റല്ലല്ലോ. അപ്പോൾ ഇവിടെ കട്ടിങ് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് വെള്ളം ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഭാഗത്ത് ഒട്ടിച്ച സ്റ്റിക്കറും എല്ലാം കൂടെ ഒരു കോലമായിപ്പോയി. ഇതാ കണ്ടില്ലേ, ഇവിടേക്ക് കണ്ടില്ലേ. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. PPF റിമൂവ് ചെയ്താൽ പഴയ ഓൾഡ് ലുക്ക് തന്നെ ആയി പോവും. പിന്നെ ഞാൻ വിചാരിച്ചൊരു ചേഞ്ചിനായിട്ട് നമ്മളെ ഓറഞ്ച് കിറ്റ് തന്നെ കയറ്റാന്ന്. എന്നിട്ട് ഇത് പണി ഒന്ന് എടുത്തിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് തോന്നുമ്പം വീണ്ടും ഈ ഒരു ബ്ലാക്കിലോട്ട് ആക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. 3 കിറ്റിനകത്ത് ഇരുന്ന PPF ജസ്റ്റ് റിമൂവ് ആക്കുകയാണ് കേട്ടോ. സംഭവം PPFിനകത്തല്ല വെള്ളം കയറിയത്, പെയിൻറ്റിൻ്റെ ക്ലിയറാണ്. ഇത് സ്റ്റിക്കറല്ല, ഇത് പെയിൻറ്റിൻ്റെ ക്ലിയറാണ്. എന്താ ക്ലിയറിൻ്റെ സ്മെല്ല് മാറ്റ് ഫിനിഷ് ആയി. അപ്പം ക്ലിയർ കോട്ട് എടുത്ത് ചെയ്താൽ മതി. പെയിൻറ്റ് ഒന്നേന്ന് അടിക്കേണ്ട, ഒന്നേന്ന് ക്ലിയർ അടിക്കണം. അപ്പോൾ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ക്ലിയർ കോട്ടാണ് ഈ ഫുള്ള് ഇളകി വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച V3യുടെ എൻജിൻ കേസാണ് ഫുള്ള് കഴുകി എല്ലാ ഓയിലും കാര്യങ്ങളും ഇട്ട് സെറ്റാക്കി വെച്ചേക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാങ്ക് കേസ് അടക്കുന്ന പുതിയതാണ്, പുതിയ ക്രാങ്ക് കേസാണ്. കേസ് ഒന്ന് ക്രാങ്കാണ്. അപ്പോൾ തിരിച്ചെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവേന കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ എൻജിൻ കേസിൻ്റെ അകത്ത് അപ്പോൾ ഗിയർ ബോക്സും സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ 390യുടെ ഇപ്പോഴത്തെ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്നാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? നമ്മുടെ വണ്ടി സ്റ്റോക്ക് വരുന്ന ആ ഒരു സിൽവർ കളറാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ബ്ലാക്ക് ആണ്, അല്ലെങ്കിൽ ഈ കാണുന്ന ഓറഞ്ച് ആണോ നിങ്ങൾക്ക് ഇഷ്ടം? ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ ഒരു സംഭവം, വണ്ടിയിൽ ഫുൾ പണിയും കഴിഞ്ഞിട്ടില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ നമ്മളിവിടെ ക്യാരിയർ ഉണ്ടല്ലേ, ഇത് കണ്ടില്ലേ, ഈ സംഭവം ഒരു ബോൾട്ട് അകത്ത് ഒടിച്ചിരിക്കുക. അതിന് ഇതിൻ്റെ സീറ്റും ഈ ഒരു ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇളക്കി ലെയ്ത്തിൽ കൊണ്ടുപോയി വെൽഡ് ചെയ്തുകൊണ്ട് ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇളക്കാം കേട്ടോ. അതൊരു പണിയായി. കഴിഞ്ഞ ട്രിപ്പ് ഇപ്പോൾ ടോപ്പ് ബോക്സ് വെച്ചുകൊണ്ട് പോയി ഒരു ബോൾട്ട് ഒടിച്ച് പോയതാണ്. അത് മാത്രമല്ല വണ്ടിക്ക് കുറച്ച് ദിവസം അവിടെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്ന കാര്യത്തിൽ കുറച്ച് ദിവസമായിട്ട് വണ്ടിയുടെ ബേക്ക് ഭാഗത്ത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബേക്കിൽ ചെറിയൊരു പിടുത്തം കണക്ക് കൊണ്ട് ഞാൻ ആദ്യം വെച്ച ടയറായിരിക്കുമെന്ന്, പിന്നെ വിചാരിച്ച് ഷോക്ക് അപ്സർ ആയിരിക്കും. നമ്മളെ എക്സ്പ്രസിൻ്റെ ഷോക്ക് അപ്സറാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് മാറ്റി വീണ്ടും സ്റ്റോക്കിലോട്ട് ആക്കി കേട്ടോ. എന്നിട്ടും ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായ വണ്ടിയുടെ സിംഗാം ബൂഷിൻ്റെ കംപ്ലയിൻറ്റ് നടന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ ആക്കാൻ നേരത്ത് മനസ്സിലാവും. കണ്ടാ അവിടെ നിന്ന് മാറിപ്പോണത് കണ്ടാ, ടെക് ടെക്ക് സൗണ്ട് കേട്ട് ഇവിടെ ഒരു അടിയുണ്ട് കേട്ടോ. അപ്പോൾ സിംഗാം ബൂഷിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ സ്വിങ്ങാം ബൂഷും കൂടെ മാറിയാലേ ആ ഒരു പ്രശ്നം മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ മാറ്റി ഇനി ഒന്നുകൂടെ എക്സ്പ്രസിൻ്റെ സസ്പെൻഷൻ വീണ്ടും ഇടണം കേട്ടോ. സസ്പെൻഷൻ അടിപൊളിയാണ്, എക്സ്പ്രസിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ് കാണും. പക്ഷേ നമുക്ക് നല്ലൊരു ഹൈ സ്പീഡ് കോർണറൊക്കെ വരാൻ നേരത്ത് ചെറിയൊരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോർണർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഫ്രണ്ടിലത്തെ ADയുടെ സസ്പെൻഷൻ കയറ്റിയ സമയത്ത് എനിക്ക് നല്ല രീതിക്കുള്ള കോർണറിങ് സ്റ്റെബിലിറ്റി ബാധിച്ചായിരുന്നു. അതായത് ഹൈറ്റും കൂടുതലാണ്, പിന്നെ സസ്പെൻഷൻ ട്രാവലും നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. ഡ്യൂക്കിനെ അപേക്ഷിച്ച് സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എനിക്ക് കോർണർ എടുക്കാൻ പറ്റത്തില്ല. അതാണ് ADയുടെ സസ്പെൻഷൻ കയറ്റാൻ പോലുള്ള പ്രത്യേകത. അതും കൊണ്ടുകൂടെയാണ് ഞാൻ വീണ്ടും സ്റ്റോക്കിലോട്ട് അയക്കിയത്. നമ്മൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആവാൻ നേരത്ത് അതിൻ്റെ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഹാർഡ് ആക്കാനായിട്ട് പറ്റും. അതാക്കുകയാണെങ്കിൽ ഇത്രയും സീൻ വരത്തില്ല. മറ്റേതെന്ന് വെച്ചാൽ ഞാൻ കയറ്റിയത് പഴയ അഡ്വഞ്ചറിൻ്റെ സസ്പെൻഷനില്ലേ, അതാകുമ്പോൾ ഒറ്റ ഇതിന് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വീണ്ടും സ്റ്റോക്ക് തന്നെ ആക്കിയത്. ഇനി പണിയാനുള്ള സിംഗാമ്പിൻ്റെ ബുഷും പണിയണം. പിന്നെ അതാ ഇതൊക്കെ ഒന്ന് ഇളക്കി ഇതൊന്ന് വെൽഡ് ചെയ്ത് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇളക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതെന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മളാ ഒരു ദിവസത്തെ ഡെയിലി വ്ളോഗാണ്. അച്ചുകുട്ടിയും ഗായത്രിയും കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഗായത്രി കൊണ്ടുവന്നതാണ്. പക്ഷേ മൈക്കിൻ്റെ കേബിൾ എടുക്കാത്തതുകൊണ്ട് സെൽഫി വീഡിയോ തന്നെ ആക്കിയതാണ്. അപ്പോൾ ഗൈസ് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഗായത്രി എങ്ങനെയുണ്ട് ഗായത്രി വീഡിയോ? സൂപ്പർ വീഡിയോ കണ്ടില്ല. ഓക്കെ ഗൈസ്, മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും